ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ് വേൾഡ്. അപ്പോൾ ഗൈസ്, ഇന്ന് കെന്നിങ്സൺ നോവലിൽ വെച്ച് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇന്ന് നടക്കാൻ പോവുകയാണ്. ഇതാദ്യമായാണ് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ഒരു ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. ഈ ടൂർണമെൻറ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ T20 2024 T20 വേൾഡ് കപ്പിൽ തോൽവി അറിയാത്ത ഒരു ടീം കപ്പ് നേടും എന്നാണ് മറ്റൊരു പ്രത്യേകത. അത് ഒരു പുതിയ റെക്കോർഡിലേക്കും കടക്കും. അപ്പോൾ ഗൈസ്, ഇന്ത്യൻ സമയം 8 മണിക്ക് കെന്നിങ്സൺ ഓവലിൽ വെച്ചാണ് ഈ മത്സരം നടക്കുന്നത്. എന്നാൽ ഇതാദ്യമല്ല 2013 ശേഷം ഇതാദ്യമായാണ് ഡേ ടൈമിൽ ഒരു ICC ഫൈനൽ പോരാട്ടം നടക്കുന്നത്. എന്താ പറയുക, ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാവും ഗായ്സ് ഇന്ന് നടക്കുന്നത്. കാരണം ടൂർണമെൻറ്റിലെ ഏറ്റവും 2 ബെസ്റ്റ് ടീം ആണ് ഇന്ന് കൊമ്പ് കോർക്കുന്നത്, ഇന്ത്യ ആൻഡ് സൗത്ത് ആഫ്രിക്ക. 2 ടീമുകളുടെയും കാര്യമെടുത്താൽ 2 ടീമുകളെയും ഗ്രൂപ്പ് ഘട്ടത്തിലോ സൂപ്പർ 8 ഘട്ടത്തിലോ സെമി ഫൈനൽ ഘട്ടത്തിലോ ഒരു തോൽവി പോലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്വന്തം ടീം ഇന്ത്യ ഒരു 10 കാത്തിരിപ്പാണ് ഒരു ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി. അവസാനമായി ഇന്ത്യ ഒരു ICC ട്രോഫി നേടിയത് 2013 ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന ചാമ്പ്യൻസ് ട്രോഫിയാണ്. അതിനുശേഷം ഒരു ICC ക്യാമ്പയിനുകളിലും ഇന്ത്യ ചാമ്പ്യൻസ് ആവാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ നമുക്കറിയാം, അഹമ്മദാബാദിൽ ഓസ്ട്രേലിയയോട് മുട്ടുമടക്കി ഇന്ത്യ ഫൈനലിൽ തോൽവി സ്വീകരിക്കുകയായിരുന്നു. വളരെ ഫാൻസിന് ഇറ്റ് വാസ് എ റിയലി ഹാർട്ട് ബ്രേക്കിംഗ്. അപ്പോൾ ഗൈസ്, ഇതാ വീണ്ടും ഒരു ICC ഫൈനൽ നടക്കുമ്പോൾ ഇന്ത്യ വിജയിക്കുമെന്ന് നമുക്ക് ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്നാൽ ടീം ചേഞ്ചിനെ പറ്റി മറ്റു റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും സാധ്യതകൾ ഏറ്റവും കുറവാണ്. റിപ്പോർട്ടുകൾ എന്നത് ചില മലയാള മീഡിയകൾ പറയുന്നത് സഞ്ജു ദൂബെയെ മാറ്റിയിട്ട് സഞ്ജുവിനെ ഇറക്കണം, ആൻഡ് വിരാട് കോഹ്ലിയെ ചേഞ്ച് ചെയ്ത് യശസ്വി ജയ്സ്വാളിനെ ആ സ്ഥാനത്ത് ഇറക്കണം എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്നാൽ ഒരു വിന്നിങ് ടീമിനെ മാറ്റി പരീക്ഷിക്കാൻ എന്തായാലും കോച്ചുകളും ക്യാപ്റ്റനും ശ്രമിക്കുകയില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാൻ സാധിക്കും. അപ്പോൾ ഗൈസ്, ഈ വേൾഡ് കപ്പിൽ നമ്മുടെ സ്വന്തം സഞ്ജുവിനെ ഒരു ഇടം കിട്ടാത്ത വേൾഡ് കപ്പായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് മത്സരത്തിന് വേണ്ടി കാത്തിരിക്കാം. ഒപ്പം ഇന്ത്യ വിജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളെ. അപ്പോൾ ഇതുപോലുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു ക്രിക്കറ്റ് വേൾഡ്.